Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് ഞാൻ ജാമ്യം എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോഴേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അപ്പം നോൺ വെജ് മാറിയിട്ടുണ്ടെന്ന്. ശരി കേട്ടോ, അത് നോൺ വെജ് മാറിയിട്ട് നമ്മളിന്നൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻ റെസിപ്പി എന്ന് പറയുമ്പോൾ എല്ലാ ചേച്ചിമാരും വിചാരിക്കല്ലേ ഞാൻ എന്നതേലും പടവലങ്ങയോ വെള്ളരിക്കോ എന്നതേലും വെച്ച് ചെയ്യുവാന്ന് വിചാരിക്കല്ല. പിള്ളേർക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഈ പനീർ, മഷ്റൂം, സോയ, പിന്നെ ടോഫു ഇതിലൊക്കെയാണ് കൂടുതൽ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ചാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ ആണെങ്കിൽ എല്ലാവരും വിചാരിക്കും ഈ പറഞ്ഞുകൊണ്ട് പച്ചക്കറി വെച്ചൊന്നും എനിക്കറിയാൻ മേലാന്നേ. പക്ഷേ ഈ കത്തിരിക്കായാലും പടവലങ്ങയിലും ഒക്കെ നമുക്ക് ചെയ്യാനൊക്കും. പക്ഷേ ഈ കത്തിരിക്കായാലൊക്കെ കൂടുതൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഒന്നെങ്കിൽ നമ്മൾ കത്തിരിക്ക മുറിച്ചിട്ട് ഓവണിനകത്ത് ടോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കത്തിരിക്ക ചുട്ടെടുത്തേച്ച് എന്നതേലും കറി വയ്ക്കുക. ഇതെന്നൊക്കെ നമ്മൾ ചെയ്താലും നോൺ വെജിറ്റേറിയൻ്റെ ഒരു സ്വാദ് അറിയാവുന്നവർക്ക് എന്നാ പറ്റുന്നതെന്നറിയാവോ? കത്തിരിക്കായോ പടവലങ്ങായോ മുരിങ്ങയ്ക്കായോ എന്നാ പച്ചക്കറി കൊണ്ട് എന്നാ തകിടം പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ചാലും എന്നാ സ്പെഷ്യൽ ഡിഷ് ചെയ്താലും ഈ പറഞ്ഞ കൂട്ട് എന്നതേലും ഒരു കുറ്റം കണ്ടുപിടിക്കും. അയ്യേ ഇതാണോ എന്നുള്ളൊരു ചോദ്യം വരുവേ. അതിലും ഭേദം ഞാൻ കൂടുതലും പച്ചക്കറിയോട് അധികം പിടിക്കാറില്ല. ഈ പറഞ്ഞ കൂട്ട് പനീർ നോയമ്പ് കാലമൊക്കെ തുടങ്ങുവാണെങ്കിൽ പിള്ളേരാന്നേലും ഈ പറഞ്ഞ കൂട്ട് ചോറൊന്നും തിന്നുവല്ല. അന്നേരം പിന്നെ ഞാൻ എന്നാ എടുക്കും, ചപ്പാത്തി പിള്ളേർക്ക് മതിയെന്ന് പറയും. അന്നേരം ചപ്പാത്തിക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന കറി ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ പേര് എന്നാന്ന് വെച്ചാൽ പനീർ മട്ടർ കറി. അതായത് നമ്മുടെ പീസും കൂടെ ചേർത്തേച്ച് പച്ചപ്പട്ടാണിയില്ലേ അതും കൂടെ ചേർത്തേച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത്. വെജിറ്റേറിയൻകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പനീർ ഇഷ്ടമല്ലെങ്കിൽ അതിനകത്ത് ചേർക്കാൻ പറ്റുന്നത് കോളിഫ്ലവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പറയാൻ ഈ പറഞ്ഞ കൂട്ട് ഗ്രേവി തന്നെ തിന്നാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ പനീറിൻ്റെ ഒരു സ്വാദും കൂടെ അതിനകത്തോട്ട് വരണ്ടായോ, എന്നാലല്ലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ മട്ടർ കറിയാണ്. ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ തന്നെയേ ഉള്ളൂ, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ പനീറാണെങ്കിൽ നമ്മൾ വാങ്ങിക്കണോ വീട്ടിലുണ്ടാക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. വാങ്ങിക്കുന്നതാണെന്നുവെങ്കിൽ കുറച്ച് പീസസ് കൂടുതൽ കിട്ടും. മാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അത് കുറച്ച് എന്നാ പറയുക, വെളിയിൽ കിട്ടുന്ന പോലെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊന്നും ആയിരിക്കും വില. അത് മുറിക്കുമ്പോഴൊക്കെ ഇച്ചിരി മാറിപ്പോകും. പക്ഷെ പനീർ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഉണ്ടാക്കി വെച്ച് വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമേ, വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അങ്ങനെ വന്നാൽ പോലും എന്നാ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്നാന്ന് വെച്ചാൽ കട്ടി പനീറാണെങ്കിൽ ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ചേച്ച് ഈ പനീർ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും തിളയ്ക്കേണ്ട. അതിന് മുമ്പത്തേക്ക് പനീർ അങ്ങ് കോരി മാറ്റിക്കോ. ആ പനീർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അഥവാ പനീർ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് പനീറിനെ കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ? ഇച്ചിരി ബട്ടർ ഒഴിക്കോ എണ്ണ ഒഴിക്കോ എന്നേലും ചെയ്തേച്ച് വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീറായാലും വീട്ടിലുള്ള പനീറായാലും ഒന്ന് വറുത്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ കറിക്ക് എന്നാക്കെയാണ് വേണ്ടിയെന്നുള്ളത് നമുക്ക് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞു തന്നേച്ച് ബാക്കി പറയാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ഇതിന് വേണ്ടിയത് ജീരകം, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ടാണ് ജീരകം. പിന്നെ കുറച്ച് കുരുമുളക്, ഏലക്കായ, കുറച്ച് പട്ട, ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞേക്കുവാണേ. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടിയ കുറച്ച് മല്ലിയില, ടൊമാറ്റോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാ. ഇത് പച്ച പട്ടാണി വേവിച്ചതാണ്, ഫ്രോസൺഡാണ്. മറ്റ് സാധാ പട്ടാണി ആണെങ്കിൽ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചേച്ച് വേവിച്ചെടുക്കണം ഉപ്പിട്ട്. ഇത് പനീർ ക്യൂബായിട്ട് മുറിച്ചേക്കുക. ഇത് കുറച്ച് കസൂരി മേത്തിയാണ്. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനം വേണ്ടുള്ളൂ. ഇനി ആദ്യം എന്നാന്നറിയോ, ഒരു ഓപ്ഷൻ തരാവേ. പനീർ
നമുക്ക് സോഫ്റ്റായിട്ട് മതിയെങ്കിൽ അങ്ങനെ ഇടുക. അതല്ല കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നണം എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിച്ചിരി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാം. പക്ഷേ നമ്മുടെ എപ്പോഴും ഞാനൊരു കാര്യം പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള സകല അംഗങ്ങളെയും കണക്കാക്കി വേണം നമ്മളൊരു കറി വെക്കാനായിട്ട്. അപ്പച്ചനോ അമ്മച്ചിയോ പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇത് മൊരിക്കണ്ട. കാര്യം എന്നാന്നോ അവർക്ക് ചവയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതെന്നാ ചെയ്യും, നമ്മളിങ്ങനെ ഇട്ടേച്ചാൽ മതി എന്നും പറഞ്ഞ് പനീറിൻ്റെ കറിയുടെ ടേസ്റ്റ് പോത്തൊന്നുമില്ല. ഇച്ചിരി ഒരു മൊരിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒരു പൊടിക്കൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ആ പൊടിക്ക് നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് എല്ലാ വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. ഒരെണ്ണം നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് എന്നാ പറയുക, ഒരു വിഷമം മനസ്സിനകത്ത് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടാലേ നമുക്ക് എന്തിനെങ്കിലും ഒരു എയിം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എല്ലാം എത്തിപ്പിടിച്ചിട്ട് നമ്മൾ എയിമിലേക്ക് എത്താനൊന്നും നോക്കത്തില്ല. സന്തോഷമാണ് നമ്മുടെ എയിം എങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിട്ടു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ ബേളം വെച്ച് ഒച്ച വെച്ച് കഴിച്ചോ ഒക്കെ എണീറ്റ് പോകുമ്പോൾ ഭയങ്കര മനസ്സിനുകൊണ്ട് ഒരു സന്തോഷവും സംതൃപ്തിയാണ് അല്ലേ. നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ അത് തന്നെയാണ് നമ്മുടെ എയിമും. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്നാണെന്നറിയാമോ വറക്കുന്ന അപ്പച്ചനെ അമ്മച്ചിമാരെ ഒന്നും മറന്നിട്ടല്ല, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്നാണെന്നറിയോ, എല്ലാവർക്കും കൂടെ ആയിട്ട് ചേർന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ, അന്നേരം പിന്നെ ഒന്ന് എല്ലാ ഓപ്ഷൻസും പറയുന്നേ ഉള്ളൂ. ഇനി ഫസ്റ്റ് ഇച്ചിരി ഒത്തിരി എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. അതായത് ഒരു എന്നാ പറയുക, ഒരു ഷാലോ ഫ്രൈ പോലെയൊക്കെ വറക്കുന്നുള്ളൂ, ഡീപ്പ് ഫ്രൈ അല്ല. അതിനകത്തോട്ട് ഈ പനീർ അങ്ങോട്ട് ഇടുക. വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീർ ആയതുകൊണ്ട് വെള്ളം ഊറുവേ. ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഈ വറുക്കുന്ന നേരം പോലും വരികയില്ല. പനീറിന് കുറച്ച് വേഗത്തിലായി വരും. കുറച്ച് അതിനകത്തെ വെള്ളം മുഴുവൻ നമ്മൾ സ്ക്വീസ് ചെയ്ത് കളയുക, അന്നേരം ഒട്ടും കാണുമല്ല. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കാണും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീറിന്. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇതേണ്ട ഞാൻ വറുത്തത് ഒരുപാട് വറുത്തിട്ടില്ല, എന്നാൽ നമ്മുടെ പനീർ നല്ല സോഫ്റ്റുമാണ്. ഞാൻ എല്ലാവരെയും കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞത് നേരല്ലയോ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം ഞാൻ കുറച്ച് സ്പൈസസ് ഇടട്ടെ. അതായത് ഫസ്റ്റ് കുറച്ച് ജീരകം. അത് ജീരകം എന്ന് പറഞ്ഞാൽ 1/2 സ്പൂൺ എന്നൊന്നും പറയാൻ ഒക്കത്തില്ല, ഒരു 1/4 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഒരു 3-4 കുരുമുളക്, ഒരു 2-3-4 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു കുഞ്ഞി കഷ്ണം മതിയാവും. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇത് നല്ല അസലായിട്ട് വഴറ്റണേ. അതിൻ്റെ എന്നാ പറയുക, പച്ചച്ചോവ മുഴുവൻ പോണം. ആ ഉള്ളി ഒന്ന് വേവണം, ഇച്ചിരി ഒന്ന് മൊരിയണം, അതാന്നു അതിൻ്റെ കണക്ക്. ഇത് രണ്ടും ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാനൊരു ഇച്ചിരി ഉപ്പിടാൻ പോവാണ്. ഉള്ളിയുടെ കൂടെ തന്നെ വേവാനുള്ളത് തന്നെയാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് എരിവ് അനുസരിച്ച് കൂട്ടിക്കോണം. ഞാനൊരു 2 ടീസ്പൂണോളം ഇടുവാണേ. അത് കഴിഞ്ഞേച്ച് ഇഞ്ചി 1 ടീസ്പൂൺ, അതേപോലെ വെളുത്തുള്ളി 2 ടീസ്പൂൺ. ഇത്രയും സാധനം നല്ല അസലായിട്ട് വഴറ്റണം. ഒരു കഥ ഞാൻ പറയാമേ. ഇപ്പം നമ്മൾ എളുപ്പവഴി പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഏതാ, ഉള്ളി ഒന്ന് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ടോ ഉപ്പിടണം. പിന്നെ എണ്ണ തെളിയാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം പറയും നമ്മൾ. പക്ഷേ ഈ ചില സമയം ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തേച്ചും പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ അടുപ്പിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റോളം നിൽക്കാറുണ്ട്. അത് തല്ലി കൊന്ന അത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അതൊന്ന് വഴന്ന് കിട്ടുകയില്ല. നമ്മുടെ ഉള്ളി നല്ല മൂത്തിട്ടുണ്ടേ.
പിന്നെ അന്നേല ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഉള്ളി കേട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ബ്രേക്ക് പറഞ്ഞതും ഈ പറഞ്ഞ കൂട്ട് അത് പെട്ടെന്ന് അങ്ങ് മൂത്തു. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇല്ലേ, ഇതിനകത്തോട്ടിടുക. എന്നിട്ട് ഈ ടൊമാറ്റോ ഉണ്ടല്ലോ നല്ല രസമായിട്ട് അത് ഈ വഴന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ഉടഞ്ഞ് അതിനകത്തോട്ട് അങ്ങ് ചേരണം. ഈ ഉടഞ്ഞ് ചേരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, മല്ലിപ്പൊടി അതേപോലെ 2 ടീസ്പൂൺ. അന്നേച്ച് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്ന് വെന്തേച്ച് നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണയൊന്ന് തെളിയിച്ച് തരട്ടെ. ഇത് നമുക്കുള്ള ഡ്യൂട്ടി അല്ല, ഇത് ഇവർക്കുള്ള ഡ്യൂട്ടിയാണ് എണ്ണ തെളിയിച്ച് തരിക എന്നുള്ളത്. പക്ഷെ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ ഒക്കത്തുള്ളൂ. എന്നാന്നോ നമ്മൾ പൊടി ഇടുമ്പോഴത്തേക്ക് തന്നെ ആ വെള്ളമെല്ലാം അത് ബൈൻഡ് ചെയ്തെടുക്കും. അന്നേരം എന്നാ ചെയ്യും, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലേ പിന്നെ തിരിച്ചിങ്ങോട്ട് എണ്ണ തരത്തുള്ളൂ. കണ്ടോ, നമ്മൾ ആ ടൊമാറ്റോയും പൊടിയും എല്ലാം കൂടെ ഇട്ടേച്ച് നമ്മുടെ പാനേന്ന് അല്ലെങ്കിൽ ചട്ടിയേന്ന് അതിങ്ങനെ എന്നാ പറയുക വരണം. അതേ ഒട്ടിപ്പിടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അലുവ ഇളക്കുന്ന കൂട്ട് തന്നെ ആ ഗ്രേവി ഇങ്ങനെ പോരണേ. അതാന്നു അതിൻ്റെ ഒരു കണക്ക്. അന്നേച്ച് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ച് നമുക്ക് ആവശ്യമുള്ള പീസ്, ചില പിള്ളേർക്ക് അന്നേലോടല്ലോ പീസ് തൊടുകയല്ല, ഇങ്ങനെ കറിയിലിട്ട് കഴിഞ്ഞുണ്ടല്ലോ, എൻ്റെ മക്കൾ ഉൾപ്പെടെ പറയുക അതിങ്ങനെ പെറുക്കി മാറ്റും. ഇതൊന്ന് സന്ധ്യ നേരത്ത് ചൂട് പൂരിയും ഈ പീസ് കറിയും ഒരു നല്ല ചൂട് ചായയും കൂടി ഇരുന്ന് വേണം TV കാണാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കസൂരി മേത്തി ഇടണം. ഇത് ഞാനിവിടെ എന്നാ പറഞ്ഞ വേവിച്ച പീസാ പട്ടാണിയാണ് ഇട്ടേക്കുന്നത്. ഇത് വേവാത്തതാണ്. തലേന്നേ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ ഓക്കെ. വേവാത്തതാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഈ പട്ടാണി ഇട്ടേച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ വെള്ളം ചേർത്തേച്ച് നമ്മൾ ആ പട്ടാണി ഒന്ന് വേവിച്ചെടുക്കണം. പക്ഷെ ഇപ്പം എന്തായാലും എനിക്ക് ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കുക. ഇതിട്ട് കഴിഞ്ഞ് ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ വറുത്ത് വച്ചേക്കുന്ന പനീർ പനീറിൽ നമ്മൾ ഏത് കറി വെക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഇതിനകത്ത് നമ്മൾ ഇത്രയും ഞാനിപ്പം നമ്മുടെ ചട്ടിയെ കാണുന്ന അത്രയും വെള്ളം മതി എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഇച്ചിരി കൂടി വെള്ളം ചേർക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ക്രീമുണ്ട്. അപ്പോൾ ക്രീമും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളം പൊങ്ങുവേ. അപ്പോൾ തിരിച്ചത് വറ്റി ഈ ഗ്രേവി എല്ലാം കൂടെ നമ്മുടെ പനീറയിലും എല്ലാം പിടിച്ചു വരുമ്പോൾ തിരിച്ചെനിക്ക് വാങ്ങുമ്പം ഗ്രേവി ഇത്രയും മതി. അതാണ് എൻ്റെ കണക്ക്. അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് നിർത്തിയത്. അതല്ല, നമുക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാര്യം തന്നെ നമ്മൾ ആ കറിക്കുള്ള ടേസ്റ്റ് വരികയല്ല, വെള്ളത്തിൻ്റെ ചുവയായി പോകും. അപ്പോൾ എന്നാ ചെയ്യണം, നമുക്ക് ആ ചേർത്തേക്കുന്ന മസാലയ്ക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ക്രീം കൂട്ടുവാണെങ്കിൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ക്രീം ഇല്ലാത്തവർക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പാൽപ്പാട എടുത്തിട്ട് ക്രീം ആക്കും എന്ന് പറയും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാട വെച്ച് ക്രീം ഉണ്ടാക്കുവാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും. ഒരു പാലിൻ്റെയൊക്കെ ഒരു ചുവ വരും. അത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്രീം വാങ്ങിച്ച് ചേർക്കുക. ക്രീം ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് മസാല ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ചൊരു ഗരം മസാലയും കൂടി ഇട്ടേച്ച് ഈ കസൂരി മേത്തിയുടെ മണം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഒരുപാട് ചേർത്താൽ അതിൻ്റെ
ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഹാഫ് ക്രീം ചേർക്കാം. പകുതി നമ്മൾ എന്നാ പറയുക, വാങ്ങാറാവുന്നതിൻ്റെ ഒരു തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ചേർത്തേച്ചാൽ മതി. നേരത്തെ ഉള്ളി മൂപ്പിച്ചിരുന്നപ്പം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. സാധാരണഗതിയിലുള്ള ഉപ്പല്ല ഞാൻ ചേർത്തേ, കുറച്ചൊരു 2-3 പിഞ്ച് കൂടുതൽ ഉപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം ഉപ്പ് ചേർക്കുന്നില്ല. എൻ്റെ കറി ഒന്ന് വെന്ത് ആ പനീറിലെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം എത്ര വേണമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ചേർക്കുന്നുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ക്രീമും എല്ലാം ചേർത്തേക്കുമല്ലേ, നമുക്ക് ഈ വെളിയിൽ നിന്ന് മേടിക്കുന്നൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് അറിയാനൊക്കത്തില്ല അതിൻ്റെ ആ ഒരു ഉപ്പ് എന്തോരം അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കറി നമ്മൾ വാങ്ങാറാകുമ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കുക. അന്നേരം ഉപ്പോ അല്ലെങ്കിൽ മസാലയോ, ഈ മസാലകളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ അടച്ചിടുന്നതിന് മുമ്പ് നോക്കണം. അതല്ല ഈ പറഞ്ഞോട്ട് ക്രീം മാത്രം മതി, അതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ കൂട്ടാം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഈ വാങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ബാക്കി ക്രീമും കൂടെ ചേർക്കുക. തിക്ക് ഗ്രേവിയോ ആണോ അതോ അല്ല ലൂസ് ഗ്രേവി ആണോ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പപ്പണിയല്ലേ. ഇതൊക്കെ സന്ധ്യ നേരത്ത് പൂരിയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, എല്ലാം കഴിക്കാം. വെജിറ്റേറിയൻകാർക്ക് ഇപ്പോൾ പനീർ മാത്രമല്ല, കത്തിരിക്ക വെച്ചും പടവലങ്ങ വെച്ചും ഒക്കെ കറികളുണ്ട്. പടവലങ്ങയ്ക്കകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന കറികളുണ്ട്. അങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തു തരാം. പക്ഷേ കൂടുതലും നമുക്ക് നോൺ വെജിറ്റേറിയൻകാർ വരുന്നത് കൊണ്ടാണ് നോൺ വെജിറ്റേറിയനിൽ പിടിക്കുന്നത്. ഇന്ന് ഞാൻ എന്നാ പെട്ടെന്ന് വെൽക്കം ബാക്ക് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്നാന്ന് പെട്ടെന്ന് അതിശയിക്കുന്നില്ല. അത് എന്നാന്നറിയാവോ, എനിക്കൊരു ഇച്ചിരി കാര്യം പറയാനുണ്ട്. കാര്യം നമ്മൾ ഇതുവരെ നമ്മളിവിടെ വരുന്ന ഗസ്റ്റിനെ കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കാര്യം ഇന്ന് നമ്മളിപ്പം എന്നാ പറയുക, ഒരുപാട് നാളായി നമ്മൾ ഒരുപാട് ഗസ്റ്റ് നമ്മുടെ ഷോയിൽ വരുന്നു, നമ്മൾ വർത്താനം പറയുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു, ഓക്കെ. പക്ഷേ ഇന്ന് വന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഭയങ്കര നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. കാര്യം എന്നാന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ട് ആ ഗസ്റ്റിനെ കുറിച്ച് എന്നേലും ഞാൻ പറയുവാണെങ്കിൽ തന്നെയും അത് ഭയങ്കര ഒരു വാത്സല്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു ഓമനത്വത്തോടു കൂടിയോ ഒക്കെ നമുക്ക് വർത്താനം പറയാനൊക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ, അത് ആ ഒരു ഓമനത്വമുള്ള സമയത്ത് ആ ഒരു ഓമനത്വമുള്ളൊരു കുട്ടിയായിരുന്നു ആ സെലിബ്രിറ്റി അല്ലേ. ശരിക്കും അതെന്നാന്ന് വെച്ചാൽ ആ ഒരു സെലിബ്രിറ്റിയുടെ ഒരു വളർച്ചയുടെ ഘട്ടം ഏതൊരു മലയാളികൾക്കും, ആ ഒരു സെലിബ്രിറ്റി അറിയുന്ന ഏതൊരു മലയാളിയും കണ്ട് മനസ്സിലാക്കി ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, 5 മിനിറ്റ് പോലുമല്ല, സെക്കൻഡ്സിനാവാം നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ലിവിങ് റൂമിലേക്ക് എത്താൻ പോവുക. ഇപ്പോൾ ഞാനൊരു ക്ലൂ പോലെ തരാം. ശരിക്കും പറഞ്ഞാൽ ഒരു സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. നെക്സ്റ്റ് കിരീടത്തിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാന്ന് വെച്ചാൽ ലാൽ സാറിൻ്റെ കൂടെ ആ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം മനസ്സിലായില്ലേ ഇതാരാന്ന്? നമസ്തേ. ഞാൻ ഇത്രയും ഭയങ്കരമായിട്ടൊരു സസ്പെൻസ് ഇട്ടാണെന്നറിയോ എതിച്ചേട്ടാ. ഈ പറഞ്ഞ കൂട്ട് എതിച്ചേട്ടൻ ഇത്രയായിരുന്നപ്പോൾ തൊട്ട് എല്ലാ മലയാളി മനുഷ്യരുടെയും മനസ്സിലുണ്ട്. എല്ലാവരുടെയും വീട്ടിലെ എന്നാ പറയുക, അന്യ ഒരാളല്ല, അവരുടെയൊക്കെ വീട്ടിനകത്തെ ഒരാളാണ്. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ആ കുഞ്ഞിൻ്റെ വളർച്ചയും ഒക്കെ ഞങ്ങൾ കണ്ടു, കല്യാണവും കുടുംബജീവിതവും എല്ലാം ഞങ്ങൾ കണ്ടതാന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എന്നാ പറയുക, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ആ കുഞ്ഞുനാൾ മുതലുള്ള വളർച്ചയും. ഏറ്റവും കൂടുതൽ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ നിൽക്കുന്നത് അറിയോ, ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നതിനകത്ത് ഹൗസ് ഓണർക്ക് വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ട് വാടേ എന്ന് പറയുമ്പോൾ അത് ശരിക്കും എങ്ങനെയാ ഈ ആ ഒരു പ്രായത്തിൽ നമ്മൾ സിനിമയിലെത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥകളി, മോഹിനിയാട്ടം ഒക്കെ പഠിച്ചിരുന്നു. അതിന് എനിക്ക് സമ്മാനം തരാൻ വന്നാണ് ബാലേന്ദ്ര മേനോൻ സാറ്. അദ്ദേഹത്തിന് ഇന്ന് സമ്മാനം വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് 2 ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനിയനും ചിത്രാഞ്ജലിയിൽ പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ അച്ഛനമ്മമാർ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകരായിരുന്നു. അങ്ങനെ ആ സിനിമയുടെ ഒരു ഭാഗമായി മാറി. ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും വിവാഹ രീതിയിലെ കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ടെലിവിഷനിൽ നമ്മൾ ഇഷ്ടംപോലെ സീരിയലുകൾ ഇപ്പോഴും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും
ആളുകൾ ഇപ്പോഴും ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ എടാ ഇത് കൊണ്ടുപോടാ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊണ്ടുപോയിട്ടും വലിയ കാര്യമില്ല എന്ന് പറയുന്നില്ല, ഈ ചോറ്റുപാത്രം കൊണ്ടുപോയിട്ടും വലിയ കാര്യമില്ല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ആളുകൾ ഇന്നും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇനി എത്ര സിനിമ വന്നാലും ശരി അതൊന്നും മറക്കുകയില്ല. ആ ഒരു പോടാ വിളി തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരോട് ചോദിച്ചാൽ, ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം മോളോടും ചേച്ചിയോടും ഒക്കെ ഒരു സോറി പറയട്ടെ. എന്നറിയോ, ഞാൻ എഴുച്ചേട്ടനെ കണ്ട ഒരു സന്തോഷത്തിൽ എഴുച്ചേട്ടനോട് അങ്ങ് ഇടിച്ചു കയറി വർത്താനം പറഞ്ഞതേ ഉള്ളൂ, ബാക്കി ആരുടെയും വിശേഷമൊന്നും ചോദിച്ചില്ല. ഈ കുഞ്ഞു സുന്ദരിയുടെ പേരെന്നാ? ആരാധ്യ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആര്യ സെൻട്രൽ സ്കൂൾ. ഓക്കെ. ഏതാ ബെസ്റ്റ് ഫ്രണ്ട്? ആരാ? അമ്മയ്യ. ഓക്കെ. ആനിയുടെ വലിയ ആരാധകരാണ് ഇവർ രണ്ടുപേരും. അയ്യോ അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഷോയിലേക്ക് നമ്മളെ പലതവണ വിളിക്കുന്ന സമയത്തും എനിക്ക് മാത്രമായിട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാനത് വേണ്ട എന്ന് വെച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും. സ്ഥിരമായിട്ട് ആനിയുടെ പ്രോഗ്രാം കാണുകയും പിന്നെ എന്നാ പറയാനാ എന്നാന്നറിയാമോ, ഞാനൊരു കാര്യം പറയാവേ, എനിക്ക് എൻ്റെ അടുക്കളയിൽ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തോടെ വരുമ്പോൾ എന്നെ സന്തോഷമാണെന്നറിയോ. ശരിക്കും ഇതൊരു എന്നാ പറയാ, ഒരു ഫാമിലി ആയിട്ട് ഇരിക്കേണ്ട ഒരു ഡൈസ അല്ലെങ്കിൽ ഒരു അടുക്കള, നമ്മളെല്ലാവരും കുടുംബക്കാരിരുന്ന് വർത്താനം പറയുമ്പോൾ എന്നാ സന്തോഷമല്ലേ. ഇപ്പൊ അടുക്കളയിലാണെങ്കിൽ നമ്മളുണ്ടല്ലോ ഫുൾ സ്വാതന്ത്ര്യം വന്നേ, എന്തോ ഒരു നമുക്കൊരു ഫ്രീഡം ഉള്ള പോലെയാ. മറ്റേ ആണെങ്കിൽ ഞാൻ ലിവിങ് റൂമിൽ ചെന്ന് ഞാൻ ഇരിക്കുമ്പോൾ സത്യം പറയാ ചേട്ടാ, ഞാനേ കുറച്ച് ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് പോകും. ഞാൻ ആ സിറ്റി കസേരയിലൊക്കെ ഇരിക്കുമ്പോഴേ അന്നല്ലേ. മറ്റേ അങ്ങനെയല്ല, എൻ്റെ ലോകമാണ്. ഞാൻ അങ്ങ് ഏറ്റവും കൂടുതൽ അലച്ചും ആസ്വദിച്ചും നടക്കുന്ന ഒരു ലോകമാണ് എനിക്ക് അടുക്കള. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, യദുചേട്ടനെ കണ്ടുകൊണ്ട് അതും മറന്നുപോയി. വിധുചേട്ടൻ എന്നാ ചെയ്യുന്നു? അനിയൻ ഇപ്പം ഫുൾ ബിസിനസ്സാണ്, 3-4 ഷോപ്പുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഓക്കെ. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയി, ഭയങ്കര ബിസിയാണ്. പക്ക ബിസിനസ് മാൻ ആയി. അതെ. അപ്പൊ ഈ കലാകൃതിയൊക്കെ മനസ്സിൽ നിന്ന് പോയോ? ഒരിക്കലും ഇല്ല, അതിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള ടൈം കിട്ടുന്നില്ല. പക്ഷേ കിട്ടിയ ഇഷ്ടമാ ചെയ്യാൻ. തീർച്ചയായിട്ടും. ഓക്കെ. യദുചേട്ടൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം? എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ക കലാകൃതി അല്ല എൻ്റെ അടുത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അനിയൻ എൻ്റെ അടുത്ത് പറയും, സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ കടയിലോട്ട് പോകണം, അവിടുത്തെ കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയും. പക്ഷെ എന്താ അറിയോ അനി, നമ്മുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിവായ കാലം മുതൽ ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട്, മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിനയിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ മീഡിയക്കകത്തുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്ക് താല്പര്യമുണ്ട്. വിഷ്വൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഈ ആക്ടർ എന്ന നിലയ്ക്ക് അല്ലാതെ ടെക്നിക്കൽ സൈഡ് വല്ലതും വർക്ക് ചെയ്യാൻ ഇഷ്ടമോ, അത് ഡയറക്റ്റ് ചെയ്യാനോ വല്ല ഇഷ്ടം, അങ്ങനത്തെ ഒന്നുമില്ല? അല്ലല്ല, ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇത്രയും പേഷ്യൻസ് വേണ്ടുന്ന ഒരാൾ, പിന്നെ തന്നെയല്ല ഒരു ഹോൾ ലൊക്കേഷൻ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്, മനസ്സിലായി. അത് പിന്നെ പേഷ്യൻസ് ഭയങ്കരമാണ്. അത് കൂടാണ്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അല്ല, റൈറ്ററുടെയും പിന്നെ ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷനിലാണ് നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നിന്ന് പോകുന്നത് അല്ലേ. നമ്മൾ അവരുടെ ടൂൾസ് മാത്രമാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും എനിക്കില്ല. പക്ഷേ അവരുടെ ഒരു ടൂളായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം ചേച്ചി, ഒരു കാര്യം ചോദിക്കാം. ഒരു നടൻ എന്ന നിലയിൽ ഞാൻ മാറ്റി നിർത്തും യദുചേട്ടനെ. ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ യദുചേട്ടന് വീട്ടിലെങ്ങനെയാ? ആ റോൾ എങ്ങനെ? കുഴപ്പമില്ലാന്നൊന്നും പറയണ്ട, ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാൽ മതി. കുഴപ്പമില്ലാന്ന് പറയുന്നതിനകത്ത് നല്ലൊരു ഭർത്താവാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ലാന്ന്. അപ്പൊ എന്തോ എന്തറിയോ ചേച്ചി അത് പറയുമ്പോ ഇവിടെ യദുചേട്ടൻ മനസ്സിൽ കുഴപ്പമുണ്ടല്ല. അടുക്കള സഹായിക്കോ? സത്യമേ പറയാം, സഹായം കുറവാണ്. ഇതുകൊണ്ട് കുറച്ചൊക്കെ അറിയാല്ലേ കേട്ടോ, ഓംലെറ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ തട്ടിപ്പ് വിദ്യകൾക്കൊക്കെ അറിയാമല്ലേ. പാത്രം കഴുകി കൊടുക്കൂലേ? ഇല്ല ഇല്ല, പറയാൻ വന്നതാ ഇവിടെ. പാത്രം കഴുകുന്നു പറയില്ലേ? പാത്രം കഴുകാറില്ല. പാത്രം കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എറണാകുളത്ത് ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന വീട്ടിലുള്ള സമയം ചോദിച്ചേ, വീട്ടിലുള്ള സമയത്ത് പാത്രം കഴുകാറില്ല. ചെയ്യിപ്പിക്കണം കേട്ടോ, 2 പാത്രം മിനിമം. ഭാര്യ ഉണ്ട്, നോക്കാനുണ്ട്. ചൂടാനൊക്കെ അറിയാം. ചിലപ്പോ സ്വയം വന്നിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് എനിക്കൊരു ദോശ ചൂടണം, എനിക്ക് സ്വയം ചൂടണം നാശ എന്ന് പറഞ്ഞിട്ട് ചൂടാറുണ്ട്. പിന്നെ ചേച്ചി
യേശുചേട്ടൻ്റെ കുഞ്ഞുനാളത്തെ പടമൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം കല്യാണത്തിന് മുമ്പേ തന്നെ കുഞ്ഞിലെ തൊട്ട് ഞാൻ സന്മനസ് സ്ഥിരമായിട്ട് എപ്പോൾ ടി വിയിൽ വന്നാലും കാണാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. ഇപ്പോഴും അത് എല്ലാ മിക്ക ചാനൽസിലും വരാറുണ്ട്. ആ ഒരു മക്കളെ അച്ഛൻ്റെ ഫിലിം കണ്ടിട്ടുണ്ടാ? അച്ഛൻ കൊച്ചിലെ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് അച്ഛൻ കണ്ടിട്ട് അച്ഛൻ പോടാന്ന് വിളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അത് കാണിപ്പിച്ചു കൊടുക്കാൻ. അത് ഏതു ചേട്ടാ എനിക്കൊരു സീരിയസ് ആയിട്ട് കാര്യം, ഏതു ചേട്ടൻ നല്ലൊരു ആക്ടറാണ്. ഞങ്ങളൊക്കെ ശരിക്കും ആ ഒരു ചൈൽഡ്ഹുഡ് കാലത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് വലുതായിട്ട് നല്ല വലിയൊരു ഹീറോ ആയി മാറും. പക്ഷേ ആ ഒരു ക്യാരക്ടർ സെലക്ഷൻസും അതൊക്കെ എന്തൊക്കെയോ എവിടേക്കോ ഒരു പാളിച്ച വന്ന മാതിരി ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തു. അതെന്നാ പറ്റിയേ? നിങ്ങളിപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ചോദിക്കണം ശരിക്കും. നിങ്ങളൊക്കെ പിന്നെ ഷാഹിച്ചേട്ടനൊക്കെ നല്ലൊരു വേഷം നമുക്ക് തരാത്ത എന്താണെന്ന് ചോദിക്കണം. അല്ല അതല്ലേ അതിൻ്റെ ന്യായം. ചോദിക്കാം. ബാക്കി അങ്ങനല്ല. ഇതെല്ലാം എന്താ അറിയോ, നമുക്ക് ഓരോന്നിനും ഓരോ സമയം, അതാണ് സത്യം. ഞാൻ ടെലിവിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടെലിവിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ക്യാരക്ടേഴ്സും സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അഭിനയം എന്താണെന്നും അതിനെക്കുറിച്ച് അറിയാൻ കൂടുതലായിട്ട് ശ്രമിച്ചത് ശരിക്കും ടെലിവിഷനിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ എല്ലാം ആ കഥാപാത്രങ്ങളുടെ അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ മാത്രം ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ നന്നായിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാനൊന്നുമില്ല. നമ്മളൊരു ആക്ടർ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ വളരെ ചെറുപ്പമല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ സത്യൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ലാലേട്ടൻ്റെ മാനറിസങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആ രീതിയിൽ ചിരിക്കണം. അപ്പോൾ ആ സീൻ അതിനകത്ത് ലാലേട്ടൻ വീട്ടിലേക്ക് വരുന്ന സീനിനകത്തൊക്കെ ചിട്ടിക്കമ്പനി എന്നാണോ ചോദിക്കുന്ന ഇതുണ്ട്. അല്ല ഒരു ചിട്ടിക്കമ്പനി തുടങ്ങിയാന്ന് എനിക്ക് ആലോചനയുണ്ട്. ഇപ്പോൾ ചിട്ടിക്കമ്പനി തുടങ്ങിയിട്ടില്ല. വേറെ ആരുണ്ട് വീട്ടിൽ എന്നൊക്കെ ചോദിക്കുന്നത്. അതിലൊക്കെ മാനറിസം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മാനറിസം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വന്ന ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കുമ്പോൾ അതിനകത്ത് മമ്മൂക്കയുടെ ബ്രദറായിട്ടാണ്. അതിനകത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ശ്രീനിയേട്ടൻ്റെ മാനറിസങ്ങൾ. അപ്പം അതിനകത്ത് ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ചേട്ടൻ ഐക്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഡയലോഗുകളൊക്കെ എല്ലാത്തിനും ഒരു ശ്രീനിയേട്ടൻ്റെ ലൈനിലാണ്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒന്നും നമ്മളന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല. നമുക്ക് ആ പ്രായത്തിൻ്റെ ആയിരിക്കാം. അതുകൊണ്ട് അവരുടെ സിനിമകളിലെയൊക്കെ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ. പക്ഷേ ഇന്ന് ടെലിവിഷനിൽ വരുന്ന സമയത്താണ്, ടെലിവിഷനിൽ നമുക്ക് അധികം സമയമില്ല, ഡ്യൂറേഷൻ കൂടുതലായിട്ട് കിട്ടണം. അതുകൊണ്ട് അതേ ഉള്ള സമയത്ത് നമുക്ക് സീനുകൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് നമുക്ക് ഷോട്ട് എടുക്കേണ്ടതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആണ് കൂടുതലായിട്ട് വരിക. നമ്മുടെയും കൂടെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കി അതല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുട്ടേജ് എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രം ചിന്തിക്കാതെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട് ഓരോ സീനിലും. അതുകൊണ്ട് ആ ടൈം എടുത്ത് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ. അതാരുടെയും കുറ്റമല്ല, മറ്റുള്ളവരുടെ കുറ്റമല്ല, കാരണം അവരെല്ലാം അങ്ങനെ ആയിപ്പോകുന്നതാണ്. ഓക്കെ. എന്നാലും ഇപ്പം യദുചേട്ടനാണെങ്കിൽ കഥകളി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതേപോലെ ഇത്രയും ഒരു എന്താ പറയുക കലയോട് ഇത്രയും അടുത്ത ഇടവഴി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ കഥകളി എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഡെപ്ത് കൂടിയ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒരിക്കലുമില്ല. അല്ല, ഞാൻ ടെലിവിഷനിൽ വന്ന ശേഷം നമ്മളെ പരമാവധി ഇപ്പം ഈ രാജീവേട്ടനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ മാക്സിമം നമ്മളാൽ കഴിയും നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതാണ്. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇനി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമകളെക്കുറിച്ച് പോലും ചിന്തിക്കാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ലൊക്കേഷനിൽ എൻജോയ് ചെയ്യാണ്. മനസ്സിലായില്ല, അത്ര ക്രിയേറ്റീവായിട്ടുള്ള സീൻസും നമ്മളെ കൊണ്ട് അതുപോലെ ചെയ്യിപ്പിക്കുന്ന ഡയറക്ടറും അല്ലേ. ശരിയാ. ശരിക്കും യദുചേട്ടനെ പറ്റി ഞാൻ കേൾക്കുന്നത് എന്നാണെന്നറിയാമോ, യദുചേട്ടൻ ഒരു ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ യദുചേട്ടൻ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യും. അന്നേച്ചാ വർക്കിന് വരുന്നതെന്ന് പറയുന്നത് നേരാന്നോ? അങ്ങനൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് മനസ്സിനകത്തൊരു തൃപ്തി, നമ്മൾ അത് കറക്റ്റ് ആയിട്ട്. അതെ, നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഒരു ദിവസം രാവിലെ വന്നിട്ട് എടുക്കുന്ന ഒരു സീൻ അത്ര നല്ലൊരു സീനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ മറന്നു പോകും. അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. അത് ശരിയാ. ഇപ്പം നമ്മളിപ്പോൾ യദുചേട്ടൻ കംപ്ലീറ്റ് ആയിട്ട് അതിന് ഹോംവർക്ക് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച ഷൂട്ട് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യദുചേട്ടനോട് ഇന്ന ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു എന്ന് വെച്ചു. അപ്പം നമ്മൾ ഷൂട്ട് അടുക്കാറാകുമ്പോഴത്തേക്ക് യദുചേട്ടൻ അയ്യോ അത് ക്യാരക്ടർ മറ്റൊരാൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്നതേലും വിഷമം, അങ്ങനെ എന്തേലും ഒരു ഇൻസിഡന്റ് ക്യാരക്ടറെ മാറിയിട്ട് വേറൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാജീവേട്ടൻ്റെ സീരിയലിൽ എനിക്ക് ഇപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലും
അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനകത്ത് വളരെ കംഫർട്ടബിളാണ്. കാരണം എനിക്ക് നല്ലവണ്ണം അറിയാം. കാരണം ഏത് നിമിഷവും മാറാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടേ അത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ആ ക്യാരക്ടർ മാറി വേറൊരു ക്യാരക്ടറിലേക്ക് മാറിയപ്പോൾ എൻ്റെ അടുത്ത് രാജുവേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത് നന്നാവും, ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനകത്ത്, കാരണം ഒരു മാസത്തിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് അതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂമേൽ അതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര ഇതായിട്ട് നമ്മൾ ചെയ്തിട്ട് അത് മാറിയപ്പോൾ ഉണ്ടായ ഒരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ആ സീരിയൽ ഭയങ്കര ക്ലിക്കായിരുന്നു. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ഒരു മന്ത്രിയാവുന്ന ക്യാരക്ടറാണ് മനസ്സിലെ പ്രഭുകുമാർ എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു PWD എഞ്ചിനീയർ ആയിരുന്നു ക്യാരക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര ക്ലിക്കായി. എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ രാജുവേട്ടൻ എൻ്റെ ചോദിച്ചു, ഇപ്പോൾ തോന്നുന്നില്ലേ ഇത് ചെയ്ത് നന്നായെന്ന് തോന്നുന്നില്ലേ? അപ്പോഴും ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞു ഇല്ല ചേട്ടാ, ഇപ്പോഴും എൻ്റെ മനസ്സ് അശോകനിലാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ലില്ല. കാരണം വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെട്ടു ആദ്യമേ അതിനകത്ത്. ഇതാ ഞാൻ പറഞ്ഞേ, യദുചേട്ടൻ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ യദുചേട്ടൻ നേരത്തെ അത് പ്രിപ്പയർഡ് ആണ്. അതിന് വേണ്ട മാനറിസംസ് ഒത്തിരി ഹോംവർക്ക്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ട്രൂ എന്താ പറയുക, ഒരുപാട് ഈ അഭിനയത്തിലേക്ക് ഒരുപാട് 100% വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ എല്ലാവരും പറഞ്ഞ കേട്ട അറിവോടും ഞാൻ പറയുക 100% ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ വർക്ക്. ഷുവർ, അതുണ്ട്. പിന്നെ അതില്ലെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഭയങ്കര യാന്ത്രികമായി പോകും. പിന്നെ നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തൊഴിലെടുക്കുന്നു എന്നുള്ള ഫീലിംഗ് ആവും. ഇതല്ല, ഇത് ശരിക്കും എൻജോയ് തന്നെയാണ് നമ്മൾ. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ യദുചേട്ടൻ ചെയ്ത? ഇപ്പൊ സീരിയൽസിലായാലും പഴയ ഒരു സീരിയൽ ഉണ്ടായിരുന്നു സഹധർമ്മിണി, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, യദുചേട്ടൻ വില്ലൻ ആവുന്ന ഇഷ്ടാ? കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന കാണുമ്പോൾ സന്തോഷല്ലേ? ഏത് ചെയ്താലും നന്നായിട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. യദുചേട്ടൻ എങ്ങനെയാ ലൈഫിലേക്ക് വന്നോന്ന് പറഞ്ഞേ? യദുചേട്ടൻ വേണ്ടരുത്, അത് പ്രപ്പോസലായിട്ട് തന്നെ വന്നതാണ്. അല്ലാതെ ചേച്ചിയുടെ വീട് ഞങ്ങള് പാൽക്കുളങ്ങര, ഏതോട്ടം വെസ്റ്റ് ഫോർട്ട് പടിഞ്ഞാറേക്കോട്ട്. ഓക്കെ, അപ്പോൾ പ്രപ്പോസലായിട്ട് തന്നെ വന്നതാണ്. അടുത്തടുത്താണ്? കണ്ടിട്ടൊക്കെ ഉണ്ട്, അമ്പലത്തിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, പക്ഷേ വേറൊന്നുമില്ല. അലയൻസ് വന്നങ്ങനെ വന്നതാ. ഓക്കെ, യദുചേട്ടനാണ് വരൻ എന്നൊക്കെ അറിഞ്ഞപ്പം ചേച്ചിയുടെ ഒരു ഇതൊക്കെ എന്തായിരുന്നു, സിനിമാ താരം അങ്ങനെയൊക്കെ ആയപ്പോ? പ്രത്യേകിച്ച് അതില് ഒരു ഇതുണ്ടായിരുന്നു, ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. സിനിമ നടനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്നാ പറഞ്ഞു ചേച്ചി അടുത്ത്? എല്ലാരും സപ്പോർട്ടീവായിരുന്നു. നീ സിനിമ നടനെ കല്യാണം കഴിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചില്ലേ? ഒരു അതിശയമായിരുന്നു എല്ലാവർക്കും. ഞാൻ ആനിയുടെ ഒരു തിക് ഫാനാണ് കേട്ടോ. ആനീസ് കിച്ചൺ അല്ല, അതിന് മുന്നേ ഞാൻ ഭയങ്കര ഫാനാണ് ആനിയുടെ. അയ്യോ, എന്നിട്ട് ഇന്ന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുന്ദരി പാട്ടില്ലേ, ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരുപാട് കാണുമായിരുന്നു. ഈശ്വര, എന്നിട്ട് യദുചേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. സമയം വേണ്ടേ? ഈ ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് യദുചേട്ടാ ശരിക്കും ഈ ക്യാരക്ടർ വൈസ് ചെയ്യുമ്പോൾ? ക്യാരക്ടർ വൈസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ക്യാരക്ടർ വൈസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അത്ര പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് അല്ലല്ലോ ഇപ്പോൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചിരുന്ന സിനിമകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറച്ച് മുതിർന്നതിന് ശേഷം ഞാൻ അഭിനയിച്ച സിനിമകളിലൊന്നും അത്ര പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതലേ അഭിനയിക്കാനൊക്കെ വന്നപ്പോൾ പഠിക്കാനൊക്കെ നേരം കിട്ടിയോ? പഠിക്കാൻ നേരം കിട്ടിയെന്ന് വെച്ചാൽ പഠിത്തം അതിൻ്റെ കൂടെ അങ്ങ് പോയി, എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോയി. അല്ല, എല്ലാരും പറയും പക്ഷേ ഭയങ്കര സ്മാർട്ട് ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് ഇല്ല, പ്രധാനമായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞ കഥകളി, മോഹിനിയാട്ടം, അങ്ങനെ ഡാൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മോഡൽ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത്, ഹൈസ്കൂൾ മുഴുവൻ മോഡൽ സ്കൂളിലായിരുന്നു. മോഡൽ സ്കൂളിലെ പിന്നെ സാർമാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര, പ്രത്യേകിച്ച് ആ കാലത്തെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതല്ല അവർ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ തന്നെ. അയ്യോ, ഭയങ്കര രസമാണ്. ഷാഹിച്ചേട്ടനോട് അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിന് മുമ്പേ ഉള്ള ബന്ധമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴേ ഉണ്ട് അന്ന് ഷാഹിച്ചേട്ടനായിട്ട്, മനസ്സിലല്ലേ, അത്ര അടുപ്പമാണ് ഈ ഷാഹിച്ചേട്ടനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിഗാറ്റ ആയിട്ടുള്ള ബന്ധം, ഗിരി ചേച്ചി, പിന്നെ രാജചേട്ടൻ, വിനുചേട്ടൻ, അങ്ങനെ എല്ലാവരുമായിട്ടേ. അപ്പോൾ കലാജീവിതത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയോ? അല്ല, അതെന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു യദുചേട്ടനൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് എൻജോയ് ചെയ്ത സ്കൂൾ കോളേജ് കാലം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാരണം ഫോർട്ടേ സ്കൂളിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആൾക്കാർ വന്നിരിക്കുക, അവിടെ റിഹേഴ്സലിന്.
അമ്മ അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അമ്മ വന്നിട്ട് അവിടെ റിഹേഴ്സലിന് ആൾക്കാർ വന്നിരിക്കും, നിങ്ങളിവിടെ ബാറ്റ് എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ, വാ. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ അമ്മ ഒറ്റ മിനിറ്റ്, ഒരു ബോൾ ഒറ്റ മിനിറ്റ് എന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പോണേ. അല്ല, ആ സമയത്ത് കഥകളിക്കൊക്കെ പിന്നെ എനിക്ക് സംസ്ഥാന തലത്തിൽ പിന്നെ ഫസ്റ്റ് പ്രൈസ്, എ ഗ്രേഡ്. ഞങ്ങൾ ഗ്രൂപ്പ്, ഞാനും അനിയനും തമ്മിലുള്ള ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രൈസ്, എ ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവം മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ് വെച്ചാൽ. പിന്നെ സ്കൂൾ യുവജനോത്സവത്തിലെ ആദ്യത്തെ സ്വർണ്ണക്കപ്പ് ഞങ്ങളായിരുന്നു വാങ്ങിച്ചത് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത് മോഡൽ സ്കൂളായിരുന്നു. അങ്ങനെ അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചേച്ചിക്ക് കലയോട് ഇഷ്ടമാണ് ചേച്ചി? ഡാൻസ് പാട്ടുകാരിയാണ്, പാട്ട് പാടും. ചേച്ചി ഞങ്ങൾക്ക് ഒരു പാട്ട് തരുമോ? അത് പാട്ട് പാടണം. പാട്ട് എവിടെയെങ്കിലും ഏത് വേദി കിട്ടിയാലും വളരെ അപൂർവം ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കളിയാക്കുന്നില്ല. സാധാരണ ആൾക്കാർ ഈ പാട്ട് പാടുന്നവർ പൊതുവേ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ പിന്നെ പാട്ട് പാടുന്ന എനിക്ക് ഈ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഇന്നുമല്ലേ ഞാൻ പിന്നെ ദിവസമാവാം എന്നൊക്കെ പറയുന്നതാണ്. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ചേച്ചിയെ ചേച്ചി ഇനി കുറച്ചു നേരം ഞങ്ങൾ മിണ്ടായിരുത്തുവേ. ചേച്ചി ഞങ്ങൾക്ക് ഒരു 2-3 പാട്ട് തന്നോളൂ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. മതിയോ? പാട്ട് പാടുന്നോ? കൊച്ചൊരു പാട്ട് പാടിത്തരാ പ്ലീസ്. ഇന്നോ ഞാനിൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പുൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന ഒട്ടവനെന്തേ വന്നു കൊട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ചേട്ടാ, ഇപ്പം നമ്മുടെ ഒരു ആർട്ട് ഫോം, നല്ലൊരു ആർട്ട് ഫോമാണ് കഥകളി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ആരും അതിനു വേണ്ടി ആരും പഠിക്കാനായിട്ടോ കുട്ടികൾ വരികയോ ഒന്നുമില്ല. പക്ഷെ ചേട്ടൻ പഠിച്ചൊരു ആർട്ട് ഫോം തന്നെയാണ്, നല്ലൊരു ആർട്ട് ഫോമാണ്. അതിപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചേട്ടൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ചൊല്ലിയാടിയാവും. എനിക്കൊരു 2-3-4 ദിവസം ചൊല്ലിയാടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് പഴയ ഹൃദയത്തിലേക്ക് വരും. കാരണം ഞാനത് അടിസ്ഥാനമായിട്ട് 10-12 വർഷം ഞാൻ പഠിച്ചതായതുകൊണ്ട് കുറച്ച് എനിക്ക് എളുപ്പമാണ്. ചേച്ചി വീട്ടിലെങ്ങനെയാ ചേച്ചി? കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ കാര്യങ്ങൾക്കൊന്നും ദേഷ്യം വരില്ല. നിസ്സാര കാര്യത്തിന് ചിലപ്പോൾ ദേഷ്യം വരും. എത്ര നേരം ദേഷ്യം വരും? പെട്ടെന്ന് മാറും. ഇത് എതുചേട്ടൻ ചോദിക്കുന്ന എന്നെ തന്നെ ഞാൻ ചോദിക്കുവല്ലേ, എത്ര നേരം ഞാൻ ദേഷ്യപ്പെടും? അല്ല, ഒരാള് ദേഷ്യപ്പെടും പറഞ്ഞപ്പോഴത്തേക്കാണ് അറിയാൻ. എന്നിട്ട് പിന്നെ എന്നതേലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല ലക്ഷ്മിയെ പറ്റി എതുചേട്ടൻ പറയൂ. എന്താ പറയണ്ടേ? എന്താ ചേച്ചിയെ പറ്റി ഒരു അഭിപ്രായം പറയും. ചേച്ചി എങ്ങനെയാ വീട്ടില്? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുഴപ്പമില്ലാത്തൊരു ഫുഡ് എടുക്കട്ടെ. നിങ്ങൾക്ക് കുഴപ്പം ഒരു ബേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ കുഴപ്പമില്ലാത്തൊരു ഫുഡ് തരാം. അതെ, ഏതു ചേട്ടാ നോൺ വെജിന്റെ ഒരാളായിരുന്നേ, പെട്ടെന്ന് തന്നെ വെജായേ? ഇല്ല, ഞാൻ സീസണലാണ്. എനിക്ക് ഓരോരോ സീസണിൽ ഓരോരോ താല്പര്യങ്ങളാണ്. ഞാനിപ്പോൾ കർക്കിടക മാസം ആയ സമയത്ത് എല്ലാ വർഷവും കർക്കിടക മാസം ഞാൻ വെജ് ആയിരിക്കും. അത് ചിലപ്പോൾ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യും. മാറുകയല്ല. ഇല്ലില്ല, വൃശ്ചിക മാസം 41 ദിവസം വ്രതമായിരിക്കും. വിളമ്പി തന്നിട്ട് ഞാൻ പതുക്കെ കഴിച്ചോളാം. അങ്ങനെയല്ല, എന്നാലും മര്യാദ അതല്ല. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല.
മര്യാദയില്ല. അങ്ങനൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ 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 എല്ലാവർക്കും വിളമ്പി തന്ന് കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അല്ല ശരിയാ. ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ എന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ആ മാറ്റം കണ്ടില്ലേ, എനിക്ക് മുദ്ര കിട്ടി. കൊള്ളാം കേട്ടോ, ചുമ്മാ അല്ല കേട്ടോ. ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമാണ്, അത് നിങ്ങൾ കാണുന്നില്ലേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം രുചിക്കുന്നുണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കേട്ടോ. ഞാൻ കള്ളമായിട്ട് വേണ്ട, വെറുതെ ഞാൻ പറയില്ല, നല്ല ടേസ്റ്റ്. ചേച്ചി വെജ് ആണോ ചേച്ചി? അല്ലല്ല, എല്ലാം കഴിക്കും. മീനും ഇറച്ചിയും എല്ലാം കഴിക്കും. മോളോ? നമ്മളെല്ലാം കഴിക്കും. അപ്പൊ വീട്ടിലെല്ലാം ഉണ്ടാക്കുവല്ലേ ചേച്ചി? വീട്ടില് ഉണ്ടാക്കും, ഏതോട്ടിന് വേണം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഉണ്ടാക്കും. അല്ലാതെ അല്ല ചേച്ചി മോളും കഴിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല അല്ലേ ചേട്ടാ? അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. പക്ഷെ ലൊക്കേഷനിലൊക്കെ അപ്പൊ ചേട്ടൻ വെജ് ആണോ? ഓ അത് ശരി. അപ്പൊ അവിടെ ബാക്കിയുള്ളവരൊക്കെ കഴിക്കുമ്പോ ഒന്നും തോന്നുന്നില്ല, ഒന്ന് വേണ്ടെന്ന് വെച്ചാ വേണ്ട, നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ഓക്കെ. അപ്പൊ ഈ കർക്കിടക മാസം എത്ര ദിവസം പോകും അതിന്റെ കൂട്ടത്തിൽ? ഒന്ന് പറയാൻ നോക്കിയല്ലേ, പൂ നിർത്തോളൂ. അങ്ങനല്ല, ഞാൻ കംഫർട്ടബിളാണ്, കാരണം എൻ്റെ ശരീരമൊക്കെ ഒതുങ്ങി, എനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ. ഇപ്പോൾ വയറൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് വയറ് വെച്ചിട്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വൃത്തിയാവട്ടെ. നമ്മുടെ ബോഡിക്കകത്ത് എന്നതേലൊക്കെ ഒരു വയ്യായ്മ വന്നു പോയാൽ നമ്മൾ മെന്റലി നമ്മൾ ഡിപ്രസ്ഡ് ആവും. ശരിയാ. പിന്നെ നമ്മൾ എന്നാ വർക്ക് ചെയ്താലും എന്ത് ജോലി ചെയ്താലും നമുക്കൊരു എനർജി ഇല്ലായ്മയും ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിരിക്കത്തില്ല, നമ്മൾ എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും. സത്യമാ. ചേച്ചി ഇതേപോലെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണോ ചേച്ചി? ഇതും സീസണലാണ്. സ്ലിം ആവണമെന്ന് തോന്നുന്ന സമയത്ത് മാക്സിമം നടക്കും, ആഹാരം കുറയ്ക്കും. വണ്ണം കുറയ്ക്കാനൊക്കെ എതുചേട്ടൻ എപ്പോഴും പറയോ? എന്നത്തിന് അങ്ങനെ പറയാറില്ല, അഭിപ്രായമൊന്നും അങ്ങനെ പറയാറില്ല. ഓക്കെ. അപ്പൊ ഒരു ചേച്ചിയോട് എന്നതാ എതുചേട്ടൻ ശരിക്കും പറയുന്നേ? ഇന്ന ചെയ്യ, അല്ലെങ്കിൽ ഇന്ന പോലെ ഇരിക്കുക, ഇന്ന പോലെ നടക്കുക, ഇന്ന പോലെ അങ്ങനൊന്നും പറയാറില്ല. ഒന്നും പറയല്ല. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും അങ്ങനെ സജഷൻസ് ഒന്നും തരാറില്ല. അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ. ഓക്കെ. ചേച്ചി ഹൗസ് വൈഫ് ആണോ വർക്ക് ചെയ്യുന്നുണ്ട്? ഹൗസ് വൈഫാ. ഹൗസ് വൈഫ് ആണ്. ഓക്കെ. ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന എതുചേട്ടന് ഇഷ്ടാ? ഇതോട്ടിന് ഇഷ്ടം താല്പര്യമില്ല. പണ്ടേ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മിണ്ടല്ലേ. അവിടെ എന്താ പറഞ്ഞറിയോ? അവിടെ എന്താ പറഞ്ഞറിയോ? കേട്ടില്ലല്ലോ. അവിടുന്ന് സത്യം പറഞ്ഞോളൂ. എതുചേട്ടൻ മിണ്ടാതിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചാ. എനിക്ക് പൊതുവേ താല്പര്യമില്ല ആനി. അപ്പം കല്യാണം ചോദിച്ച സമയത്തും അവർക്കും വീട്ടുകാർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. ഇതുകൊണ്ട് വീട്ടുകാർക്കും അങ്ങനെ ജോലിക്ക് പോകുന്ന കുട്ടി വേണം എന്ന് താല്പര്യമില്ലായിരുന്നു. വീട്ടില് വീട്ടുകാരെയും ഒക്കെ നോക്കി മോനെയും പിള്ളേരെയും ഒക്കെ നോക്കുന്ന ഒരു ഭാര്യ, അതാ ഏറ്റവും നല്ലത്. കുടുംബം കഴിഞ്ഞിട്ടുള്ള കളിയൊക്കെ മതി. അതാ ഏറ്റവും നല്ലൊരു കുടുംബിനി എന്ന് പറയുന്നത് അത് തന്നെയാ സത്യം. മോക്ക് ഐസ്ക്രീം വേണമായിരുന്നോ? അയ്യോ വേണ്ട, തൊണ്ടവേന എടുക്കും. ചോദിച്ചിട്ട് തൊണ്ടവേന എടുക്കും, തരികയല്ല. അല്ല പിള്ളേരൊക്കെ അങ്ങനത്തെ മറ്റേ TP ബാലഗോപാലിനെ കണ്ട് പിന്നെ പപ്പുവട്ടം വന്നിട്ടേ ലളിത ചേച്ചിയുടെ ഒന്ന് സംസാരിക്കാം. എന്തോ ഐഡി അപ്പം നിങ്ങൾ ഊണ് കഴിക്കുക, എനിക്ക് വേണ്ട. അപ്പോൾ വീണ്ടും നിങ്ങൾ ഊണ് കഴിച്ചിട്ടോ, എന്തുകൊണ്ട് മീൻകറി ഉണ്ടോ? ഓ മീൻകറിയൊന്നുമില്ല. ആ എന്നാ വാ കുറച്ച് കഴിക്കാം എന്ന് പറഞ്ഞ പോലെ ഐസ്ക്രീം വേണോ? അല്ലാന്നറിയോ മോക്ക് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഫസ് ഉണ്ടോ ചേച്ചി? ഇങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം വേണം? എല്ലാം ഇഷ്ടമാണ്, എന്തും കഴിക്കും. ടേസ്റ്റ് വേണം എന്നേ ഉള്ളൂ. ടേസ്റ്റ് ഇല്ലെങ്കിൽ അപ്പൊ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, വേണ്ടെന്ന് പറയും. ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് നോക്കുന്ന ആളാണ്. ഓ ശരി. പിന്നെ ആഹാര സാധനത്തിനകത്ത് എന്തെങ്കിലും കറുത്ത പാടുള്ള എന്തെങ്കിലും സാധനം കടുക് കിടന്നൂടാ, കടുക് എടുത്ത് മാറ്റി വയ്ക്കും. എന്റെ കുഞ്ഞ് ഇനി കറിയിലെ കടുക് പെറുക്കാൻ നിന്നാ കുറെ നേരം എടുക്കും കേട്ടോ. എത്ര നേരം ഒന്നും പറഞ്ഞ് എടുക്കൂടാ കടുക്. കൊച്ചിന് ഇഷ്ടമുള്ള കറി എന്നാടാ? ചിക്കൻ ആണോ? ആണോ? ഫ്രൈ ആണോ ഇഷ്ടം, അതോ കറിയാണോ ഇഷ്ടം? പറയണം കേട്ടോ. ചില്ലി ചിക്കൻ. ഓക്കെ. അമ്മ ഉണ്ടാക്കോ ചില്ലി ചിക്കൻ? അത് അച്ഛൻ കടയിൽ നിന്ന് വാങ്ങിച്ചു തരും. ഓപ്പൺ ഹൗസ് ചില്ലി ചിക്കൻ. ഓ നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഒരു ഫേവറേറ്റ് അല്ലേ ആ സ്ഥലം? തീർച്ചയായിട്ടും ഐ എം സോ ഹാപ്പി കേട്ടോ. എടുത്താലും ഐ എം സോ ഹാപ്പി. ഞാൻ വിളമ്പി തരട്ടെ? വേണ്ട ഞാൻ എടുത്തോളാം. അനിയുടെ വീട്ടിലെ കുട്ടികൾക്ക് ഏതാ ഇഷ്ടം? നോൺ വെജ് ആണോ വെജ് ആണോ? ചേച്ചി 3 ആൺകുട്ടികളാ. അവരുടെ മുമ്പ് ഞാൻ വെജ് കൊണ്ട് വെച്ച അവസ്ഥ അവന്മാർക്ക് നോൺ വെജിനോടാ ഭയങ്കര ഇഷ്ടം.
ഏട്ടനും നോൺ വെജ്, ഏട്ടന് ഈ പറഞ്ഞ കൂട്ടാ സീസണലാണ്. സീസണൽ ഇങ്ങനെ തോന്നുമ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ അങ്ങ് വിടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്നത് വേണം എന്നുള്ള നിർബന്ധം തോന്നുന്നില്ല. പക്ഷെ പിള്ളേർക്ക് നോൺ വെജിനോടാണ് താല്പര്യം. വെജ് എന്ന് പറയുമ്പോൾ പിന്നെ എന്നതേലും ഇതേപോലെ പനീറോ മഷ്റൂമോ അങ്ങനെ വേണം. അല്ലാതെ നമ്മൾ ഈ പടവലങ്ങയോ വെള്ളരിക്കയോ ഒക്കെ വെച്ച് കൊടുത്താൽ. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അഭിനയിക്കണമെന്ന് പിന്നെ തോന്നിയിട്ടേ ഇല്ല. ഇല്ല ചേട്ടാ, എന്നാന്നറിയോ, കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ഏട്ടനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്. എനിക്ക് പക്ക ഒരു ഫാമിലി പേഴ്സൺ ആവണം. എനിക്ക് വൈഫ് ഓഫ് ഷാജി കൈലാസ് എന്ന് മാത്രം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു ആനി അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട, എന്നെ ഷാജിയുടെ വൈഫല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈശ്വരാനുഗ്രഹം. അല്ല, അങ്ങനെ ചെയ്തൊരാളാണ്. അവിടെയാണ് നമുക്ക് വ്യത്യാസം പറയുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സോ ആക്ടർ കുഴപ്പമില്ലാതെ കുറച്ച് കാലം സിനിമയ്ക്കകത്ത് അഭിനയിച്ച് പോയി, വിവാഹം കഴിഞ്ഞ് പോയി. ആ ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് ഓക്കെ, അവൾ കല്യാണം കഴിഞ്ഞ് പോയി എന്ന് വയ്ക്കാം. പക്ഷെ ചെയ്ത ഫിലിമുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ നായിക നടി എന്നുള്ള രീതിയിലുള്ള ഒരു നായകൻ്റെ പുറകെ നിൽക്കുന്ന ഒരു നായിക നടി ആയിരുന്നില്ല. അത്ര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അല്ല, എന്നിട്ട് പിന്നെ അത് മാറി. പക്ഷേ അതൊന്നും ഞാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു ക്യാരക്ടറല്ല, ഈശ്വരനായിട്ട് എന്നെ മുന്നേ കൊണ്ട് തന്നതാ. അങ്ങനെ ഞാൻ ചെയ്തേ ഉള്ളൂ. പിന്നെ ഈശ്വരനായിട്ട് തന്ന ഒരു അനുഗ്രഹം ഞാൻ ചെയ്തേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ ചേട്ടൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു ടൂൾസ് അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നെ ഏത് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തോ അതെല്ലാം ഡയറക്ടേഴ്സ് മോൾഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ഔട്ട്പുട്ട് തന്നാലും അത് ഈശ്വരൻ. വേറെ സംഭവമുണ്ട്, ഒരു ക്രിയേറ്റർക്ക് ആ ടൂൾ അതുപോലെ നല്ല സാധനമായിരിക്കണം. ഒരു പ്ലെയർ എടുത്ത് സാധനം പ്ലെയറിന് പിന്നെ പല്ലില്ലെന്നുണ്ടെങ്കിൽ സാധനം പിടിക്കില്ല അല്ലേ? നമ്മൾ അതിന് പാകപ്പെട്ടിരിക്കണം. അതത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറയില്ല, അതൊക്കെ ദൈവം തമ്പുരാൻ തന്ന അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ചേച്ചി കഴിച്ചു കഴിഞ്ഞില്ലേ? എനിക്കൊരു പാട്ട് കൂടെ തരുമോ? വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. അസലായിരുന്നു ചേച്ചി. ഈ കഴിവ് കളയല്ലേ ചേച്ചി. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു 10 പിള്ളേരെങ്കിലും ചേച്ചി പഠിപ്പിക്കണം, മോളെ പഠിപ്പിക്കണം കേട്ടോ. ശരിക്കും നല്ലൊരു പാട്ടുകാരിയാക്കി മാറ്റണം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷം, എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ചേട്ടാ ഫാമിലി ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിനകത്ത്. ഒറ്റയ്ക്ക് വന്നില്ലല്ലോ, ഈ തിരക്കിൻ്റെ ഇടയിലും ചേച്ചിനെ മോളെയും കൂടെ കൊണ്ടുവന്നതിൽ. അല്ല, അത് പ്രധാന കാരണം അവരാണ്. അതിനേക്കാട്ടിലും വലിയ സന്തോഷം എനിക്കുണ്ട് ചേച്ചി, നിങ്ങൾ രണ്ടുപേരും വന്നതില്, ഇത്രയും തിരക്കിന്റെ ഇടയിൽ വന്നതില്, എന്റെ ഷോയിൽ പങ്കെടുത്തതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്.